ആ ഷഹബാൻഡിയുടെ വീട്ടിലെത്തിയല്ലോ. നീ ചെന്ന് വിളിക്കൂ. ആ ഞാൻ വിളിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഷഹബാൻഡി, ഷഹബാൻഡി, ഇവിടെ ആന്റി ഉണ്ടോ? അവരില്ലെന്നാ തോന്നുന്ന. ഒന്നും കൂടെ നോക്കാം. ആന്റി, ആ ഇത് ആരൊക്കെയാ വന്നേക്കുന്നെ? എന്താ മക്കളെ? ആ ആന്റി, പിന്നെ ബിജുവിന് സ്കൂളിൽ പോണ്ടെന്ന് വല്ലതും ആന്റി പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ മക്കളെ. എന്താ പറ്റി? അവനിന്ന് വന്നില്ലേ? അവൻ രാവിലെ തന്നെ 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ. രാവിലെ അവൻ ആന്റിയുടെ ഫോൺ കൊണ്ടുപോയായിരുന്നോ? ഇല്ലല്ലോ, അവന് സ്വന്തമായിട്ട് ഫോണുണ്ട്. അവൻ അതുപോലെ ഇനി കൊണ്ടുപോയോ? എന്താ മക്കളെ? ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ അവനെ ഒന്ന് വഴക്ക് പറഞ്ഞായിരുന്നു. അവൻ രാവിലെ എണീറ്റ് ഫോൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം പിന്നെ ഒന്ന് വഴക്ക് പറയണ്ടേ. അവൻ 8:45 സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവനെ എങ്ങനെ ഒരുക്കി വിട്ടതാ. ആ എന്താ മക്കളെ പറ. ക്ലാസ്സിൽ അവൻ ഫോം എല്ലാം കൊണ്ടുവന്നു. ആ പറയാം, 1 മിനിറ്റ്, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. ആ ശരി മക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോ. ആ വരുക. ആ എന്താണ് വിളിച്ച, പെട്ടെന്ന് പറ. രാവിലെ അവൻ ഫോണിന് വേണ്ടി അടി ഉണ്ടാക്കി. അപ്പൊ പിന്നെ അവൻ അതിന്റെ ദേഷ്യത്തിൽ വല്ലതും എടുത്തോണ്ട് പോയതാണോ തോന്നുന്നത്. നമുക്ക് ആന്റിയോട് പറഞ്ഞ ആന്റി പെട്ടെന്ന് ടെൻഷൻ ആവോ? ആ അത് ശരിയാണല്ലോ. ആന്റിയോട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആന്റി ടെൻഷൻ അടിക്കും. നമുക്കതുകൊണ്ട് കുറച്ച് പതിയെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞാൽ മതിയോ? എടി, ആ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവൻ പിന്നെ അവിടെ ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ട് തീർക്കത്തില്ലേ? നമുക്ക് ഇപ്പൊ തന്നെ പോയി പറയണം. അവനിനി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കൊന്ന് പറയാം. ആ ശരിയാ, നമുക്ക് പെട്ടെന്ന് പറയാം. വാ. അത് പിന്നെ ആന്റി, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ എന്താ മക്കളെ, നിങ്ങൾ പറ. അത് പിന്നെ ആന്റി, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫോൺ കാണുന്ന കണ്ടായിരുന്നു. ഞങ്ങൾ അവൻ്റെ അടുത്തൊന്നും ചോദിച്ചൊന്നുമില്ല. ഇന്ന് ക്ലാസ്സിൽ അവൻ വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അവൻ രാവിലെ 9 മണി മുതൽ കറങ്ങി നടന്നു അവിടെ ഇരുന്ന് ഫോൺ കാണും. എന്തായാലും അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു ആന്റി. ആന്റി ടെൻഷൻ അടിക്കണ്ട, അവൻ അവിടെ ഇരിപ്പുണ്ട്. അവനെങ്ങും പോയിട്ടൊന്നുമില്ല. എന്തുവാ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? ആ ശരി ആന്റി, അത് തന്നെയാ നടന്ന, ഞങ്ങൾ കണ്ടായിരുന്നു. അയ്യോ, എന്റെ മോൻ നശിച്ചു പോയേ. അയ്യോ. അവനെ അടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവൻ അങ്ങനായി പോയി. ഇല്ല ആന്റി, അങ്ങനൊന്നും ഇല്ല. എല്ലാരെയും നമ്മളൊന്ന് വഴക്ക് പറഞ്ഞ് സമാധാനപ്പെടുത്തി അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനൊന്നും ചെയ്യത്തില്ല. വാ, നമുക്ക് അവനെ പോയി വിളിച്ചോണ്ട് വരാം. ആ എങ്കി വാ മക്കളെ, വേഗം പോയി നോക്കാം. അവൻ ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പേ. ആ ശരി ആന്റി, വാ പോവാം. ആന്റി, ഇവൻ ഇവിടെ ആയിരുന്നു നേരത്തെ ഇരുന്നത്. ഇവന്റെ സ്ഥലമൊന്നും മാറിയിട്ടില്ല, അവിടെ തന്നെ. എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കാണുന്നത്? എടാ വാടാ, നമുക്ക് ആ സൈഡിലോട്ട് നിൽക്കാം. ഓ, ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്താണ് ഇത്? നീ പഠിക്കുന്നിരിക്കുന്നത്? അയ്യോ സോറി മമ്മി. എണീറ്റ്. അയ്യോ
വീട്ടിലോട്ട് അങ്ങോട്ട് വാട, ഇവിടെ വെച്ചിട്ട് തരാം. നിന്റെ പപ്പ അടുത്ത് ഞാനൊന്ന് പറയുന്നുണ്ടടാ മോനെ. നിന്റെ പപ്പ ജോലി ഇനി വരുമ്പോ നിന്നെ അറഞ്ചം പുറഞ്ചം അപ്പുറത്തും ഇപ്പുറത്തും വിട്ട് തല്ലുന്ന എനിക്കൊന്ന് കാണണം. അയ്യോ, നീ വീട്ടിലോട്ട് വാടാ. എങ്കിൽ ശരി ഗൈസ്, ഞാൻ പോകുന്നു. ഇനി ഞാൻ വരുമെന്ന് നിർബന്ധമില്ല. ഇനി സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ പോകുന്നു. ഇത് എന്റെ അവസാന യാത്രയാണ്. എങ്കിൽ ഓൾ ദി ബെസ്റ്റ്.